മക്കളെ, ഇന്ന് നമുക്ക് ഏക് തിനക്ക എന്ന കവിതയിലെ ആശയം നോക്കാം. ഏക് തിനക്ക എന്ന കവിത എഴുതിയിരിക്കുന്നത് അയോധ്യ സിംഹ ഉപാധ്യായ് ഹരിയൗദാണ്. कवि और कविता का परिचय देते हुए एक तिनका कविता का आशय लिखें. आंसर നോക്കാം. अयोध्या सिंह उपाध्याय हरिऔध हिंदी साहित्य के प्रसिद्ध कवि है. अयोध्या सिंह उपाध्याय ഹരിഔധ് ഹിന്ദി സാഹിത്യത്തിലെ പ്രസിദ്ധനായ കവിയാണ്. ഉൻകി ഏക് ചോട്ടി സി കവിത ഹേ ഏക് തിൻക. അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ കവിതയാണ് ഏക് തിൻക. इसमें कवि कहते हैं कि एक दिन कवि गर्व के साथ मुंडेर पर गड़े थे. ഇതിൽ കവി എഴുതിയിരിക്കുന്നു, ഏക് ദിൻ ഒരു ദിവസം കവി ഗർവ് കെ സാത്ത് മുണ്ടേർ പർ ഗഡേ ദേ ഒരു ദിവസം കവി അഹങ്കാരത്തോടു കൂടിയിട്ട് പാരപ്പറ്റിൽ നിൽക്കുകയായിരുന്നു. തബ് ഏക് തിനക്ക ദൂർ സേ ഉഡ്താ ഹുവാ ഉൻകി ആങ്ക് മേ ആ പട. അപ്പോൾ ഒരു തിനക്ക, ഒരു പുൽനാമ്പ് അല്ലെങ്കിൽ വൈക്കോൽ തുരു എന്നൊക്കെ പറയും, അത് ദൂർ സേ ഉഡ്താ ഹുവ ദൂരെ നിന്ന് പറന്നിട്ട് ഉൻകി ആങ്കോമേ ആ പട അദ്ദേഹത്തിൻ്റെ കണ്ണിൽ വന്നു വീണു. വേ അചാനക് ചിഞ്ചക്കയെ അദ്ദേഹം പെട്ടെന്ന് ഞെട്ടിപ്പോയി. ഉസ്നെ അപ്നെ ഹാത്തോം സേ ആങ്ക് കോ ദബാ ദിയ. അദ്ദേഹം തൻ്റെ കൈകൾ കൊണ്ട് കണ്ണുകൾ അമർത്തി. ആങ്ക് ലാൽ ഹോക്കർ ദർദ് ഹോനെ ലഗി. കണ്ണ് ചുമന്നു വേദനിക്കാൻ തുടങ്ങി. ലോഗ് കപ്പടെ മൂണ്ട് ദേക്കർ ആങ്ക് സേ തിനക്ക നികാൽ ദിയ. ആളുകൾ കപ്പടെ വസ്ത്രം തിരിച്ചിട്ട് വസ്ത്രത്തിൻ്റെ തുമ്പ് കൊണ്ട് കണ്ണിൽ നിന്നും ആ തിനുക്ക, ആ കരട് പുറത്തേക്ക് എടുത്തു. തബ് കവി കെ വിവേക് നെ ഉൻ പർ വ്യംഗ്യ കിയാ കി ഇത്തനാ ഗമണ്ട് ക്യോം കർത്താ ഹേ. അപ്പോൾ കവിയുടെ വിവേകം, കവിയുടെ അറിവ്, കവിയുടെ മനസ്സ് തന്നെ കവിയെ പരിഹസിക്കുകയാണ്. ഇത്തനാ ഗമണ്ട് ക്യോം കർത്താ ഹേ, എന്തിനാണ് ഇത്രയും അഹങ്കരിച്ചത്? तेरे जैसे घमंडी व्यक्तियों के लिए एक तिनका ही काफी है. നിന്നെ പോലെയുള്ള അഹങ്കാരികളായ വ്യക്തികൾക്ക് ഒരു പുൽക്കൊടി തന്നെ ധാരാളമാണ്. യഹ് കവിത സിക്കാത്തി ഹെ കി ഹമേ കബി ബി ഘമണ്ട് നഹി കർണാ ചാഹിയേ. ഈ കവിത നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നാം ഒരിക്കലും അഹങ്കരിക്കരുത്. क्योंकि एक छोटा सा तिनका भी हमें कष्ट पहुंचा सकता है. എന്തുകൊണ്ടെന്നാൽ ഒരു ചെറിയ പുൽക്കൊടിക്ക് പോലും നമ്മളെ കഷ്ടത്തിലാക്കാൻ സാധിക്കും. और यह दर्शाता है कि विनम्रता और सहजता जीवन में सफलता और सम्मान का आधार है. और यह दर्शाता है, ഇതുകൂടെ ഇതിൽ പ്രകടമാക്കുന്നു, വിനയം ജീവിതത്തിൽ സാഫല്യം, വിജയവും അതുപോലെ തന്നെ ആദരവും. ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവരോട് വിനയം കാണിക്കുക, വിനയത്തോടു കൂടി പെരുമാറുക. അത് നമ്മുടെ ജീവിതത്തിന് വിജയവും അതുപോലെ തന്നെ ബഹുമാനവും കൊണ്ടുവരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബഹുമാനത്തിൻ്റെയും നമ്മുടെ ജീവിതത്തിലെ വിജയത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും അടിസ്ഥാനമാകുന്നു. അതാണ് നമ്മുടെ ഏക് തിനക്ക എന്ന കവിതയുടെ ആശയം. ഈ കവിതയുടെ ആശയം നിർബന്ധമായിട്ട് എല്ലാവരും പഠിക്കുക. എക്സാമിന് ചോദിക്കാൻ വളരെ കൂടുതൽ സാധ്യതയുള്ള ഒരു ആശയമാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഓക്കെ.